ഇസ്രയേൽ തുടർച്ചയായിട്ട് സിറിയയ്ക്ക് നേരെ ആക്രമണം നടത്തുകയാണ്. ഏതാണ്ട് 48 മണിക്കൂറിൽ ആക്രമണം തുടർച്ചയായി നടത്തുന്നതിനെ അപലപിക്കുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ലക്ഷ്യം? അത് വലിയ ഗുരുതരമായ ഒരു ചോദ്യമാണ്. ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല ഇസ്രയേലിന്, വളരെ നിസ്സാരം. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഇസ്രയേൽ സിറിയയെ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുക. കാരണം HTS എന്ന് പറഞ്ഞ ഹയത്ത് തഹീർ അൽ ഷാം അല്ലേ, ഈ പുതിയ ഭീകരവാദ സംഘടന അവിടെ ഉണ്ടാക്കിയതിനേക്കാളും വലിയ ഞെട്ടിക്കലാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ കണ്ടത് സൗദി അറേബ്യ, UAE, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രയേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നും അത്ര പോസിറ്റീവ് അല്ലാത്ത റിയാക്ഷൻ വന്നിരിക്കുന്നത്. സിറിയക്കെറി എന്തിനാണ് ഇസ്രയേൽ ഈ ആക്രമണങ്ങൾ നടത്തുന്നത്? അപ്പോൾ ഇസ്രയേൽ പറയുന്നു ഞങ്ങളുടെ ബഫർ സോൺ 10 കിലോമീറ്റർ മാത്രമേ കയറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും ഇസ്രയേലി ടാങ്കുകൾ ദമാസ്കസിന് തൊട്ടടുത്ത് വരെ എത്തിയതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നുണ്ട്, അന്താരാഷ്ട്ര ഏജൻസികൾ പുറത്തു വിടുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ലറ്റാക്കിയ തുറമുഖം എന്ന് പറയുന്ന സിറിയയുടെ തുറമുഖം ബോംബാക്രമണത്തിൽ നശിപ്പിച്ചു. എന്നിട്ട് അവരുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് സിറിയയുടെ നാവികസേനയെ ഞങ്ങൾ തകർത്തിരിക്കുന്നു. എന്നിട്ട് കൂടെ ആഡ് ചെയ്തിരിക്കുന്നു, അതായത് അസദിൻ്റെ പാതയിൽ നീങ്ങുന്നവർക്ക് അസദിൻ്റെ വിധി ഉണ്ടാവും, ഞങ്ങൾ വിമത നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് എന്ന് ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രി പറയുന്നു. ആ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കണം. അസദിൻ്റെ പാതയിൽ നീങ്ങുന്നവർക്ക് അസദിൻ്റെ വിധി ഉണ്ടാകും. അസദ് അവിടുത്തെ മുൻ പ്രസിഡൻ്റായിരുന്നു അല്ലേ. അസദും അസദിൻ്റെ അച്ഛനും കൂടെ 52 വർഷം സിറിയ ഭരിച്ചു. അവസാനം ഏറ്റവും ജനവിരുദ്ധമായ നയങ്ങളെടുത്ത് സിറിയയുടെ ഭൂമിയിൽ നിന്ന് ഹിസ്ബുള്ള ഷിയ ഭീകരന്മാർക്ക് ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതുകൊണ്ടാണല്ലോ ഇസ്രയേലിന് സിറിയയോടുള്ള ദേഷ്യം. അപ്പോൾ അങ്ങനെ അസദ് ചെയ്ത അതേ കാര്യങ്ങൾ ഇപ്പോഴത്തെ ആളുകളും ചെയ്താൽ അസദിൻ്റെ വഴി ഉണ്ടാകും എന്ന് പറയുന്നു. ആ സെൻറ്റൻസ് ശ്രദ്ധിച്ചോ? അസദിൻ്റെ വഴി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ആ വഴി ഉണ്ടാക്കിയതിൽ ഇസ്രയേലിന് എന്തോ ഒരു പങ്കുണ്ടെന്നാണ് പറയുന്നത്. അതെ അല്ലേ? അപ്പോൾ ഇൻഡയറക്റ്റ്ലി ഇസ്രയേൽ പറയുകയാണ് അസദിനെ വീഴ്ത്തിയതിൽ ഞങ്ങൾക്കൊരു പങ്കുണ്ടെന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മളറിയാം അവരുടെ ഇറാൻ്റെ പ്രസിഡന്റ് റൈസി മരിച്ചു വിമാനം തകർന്നിട്ട്. ഇസ്രയേൽ ഒന്നും പറഞ്ഞില്ല. യഹിയ സിൻവറിൻ്റെ കൊലപാതകത്തിന് തൊട്ടു മുമ്പ് അതിൻ്റെ മുൻ മേധാവിനെ ഇറാനിൽ വെച്ച് കൊന്നു. ഹമാസിൻ്റെ ബോംബാക്രമണം താമസിക്കുന്ന മുറിയിൽ VVIP ഗസ്റ്റ് ഹൗസിൻ്റെ കിടക്കക്കടിയിൽ ബോംബ് വെച്ച് കൊന്നു. ഇസ്രയേൽ അവകാശവാദം ഉന്നയിച്ചില്ല. ഏറ്റവും അവസാനം ഇസ്രയേൽ പറഞ്ഞ ഞങ്ങൾ ചെയ്തു എന്ന് സംബന്ധിച്ചൊരു കാര്യം, പേജർ ആക്രമണം എൻ്റെ ഉത്തരവ് പ്രകാരമാണ് നടത്തിയതെന്ന് 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞു. ഇപ്പോൾ ദാ ഇസ്രയേൽ കാറ്റ്സ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നു, ഇപ്പോഴത്തെ ഭരണാധികാരികളും അസദിനെ പോയാൽ അവർക്കും അസദിൻ്റെ വഴിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അസദിനെ ആരാ കൈകാര്യം ചെയ്തത്? ഇസ്രയേൽ ആണ്. അപ്പോൾ വിമത നേതാക്കളും സൂക്ഷിച്ചോ, മര്യാദയ്ക്ക് മറ്റേ ആലപ്പുഴയിലെ കുന്തുരിക്കം പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഇതിനകത്ത് അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ഞങ്ങൾ ഇവരുടെ ആയുധങ്ങൾ തകർത്തു, രാസായുധ ശേഖരങ്ങൾ തകർത്തു. ഈ അസദ് സ്വന്തം ജനങ്ങൾക്കെതിരെ രാസായുധം പ്രയോഗിച്ച, കെമിക്കൽ വെപ്പൺ പ്രയോഗിച്ച ലോകത്തിലെ അപൂർവം ഭരണാധികാരികൾ ഒരാളാണ്. അസദ് മാത്രമല്ല, ചില മാധ്യമങ്ങൾ പറഞ്ഞ അസദാണ് ആദ്യമായിട്ട് ചെയ്തത്. അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ചെയ്തിട്ടുണ്ട്. സ്വന്തം ജനതയ്ക്കെതിരെ രാസായുധങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. പല റൊമേനിയ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലെ ചരിത്രത്തിൽ രാസായുധം പ്രയോഗിച്ചതായി കാണുന്നുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അസദിൻ്റെ പക്കൽ ഉണ്ടായിരുന്ന രാസായുധങ്ങളുടെ ശേഖരം ഞങ്ങൾ തകർത്തു. അത് ഭീകരവാദികളുടെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിമതരുടെയോ അല്ലെങ്കിൽ അവിടെ പല ഗ്രൂപ്പുകളുണ്ട്. അൽ ഖയ്ദയുണ്ട്. ഇപ്പോഴും അവിടെ പല മേഖലയും പല ഗ്രൂപ്പുകളാണ്, ചെറിയ ഗ്രൂപ്പുകളാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കയ്യിൽ അസദ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറിയൻ ആർമി ഓടിപ്പോയതുകൊണ്ട് അസദ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാസായുധങ്ങൾ അവരുടെ കയ്യിൽ എത്താൻ പാടില്ല. അതുകൊണ്ട് അത് നശിപ്പിച്ചു. പക്ഷേ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ നാവികസേനയ്ക്ക് ഭീഷണിയാവാതിരിക്കാൻ ഞങ്ങൾ ലറ്റാക്കിയ തുറമുഖം തകർത്ത് ഇസ്രയേൽ സിറിയയുടെ നാവികസേനയെ മുച്ചൂടും മുടിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ നമുക്കറിയാം ആ മേഖലയിലെ ഏറ്റവും വലിയ നാവിക ശക്തിയാണ് ഇസ്രയേലിനൊരു ഭീഷണിയേ അല്ല സിറിയ ഒരിക്കലും. അപ്പോൾ പിന്നെ എന്തിനാണ് സിറിയൻ നേവിയെ, എയർഫോഴ്സിനെ അല്ല, ആർമിയല്ല, ആർമിയില്ല, അത് വേറെ രണ്ടും നെഗ്ലിജിബിളാണ്. സിറിയൻ ആർമി ഓടിപ്പോവുകയാണ്, എയർഫോഴ്സ് ഇല്ല.
വളരെ നാമമാത്രമായി കുറച്ച് വിമാനങ്ങളൊക്കെ അവരുടെ കയ്യിലുള്ളൂ. പിന്നെ നേവി മാത്രമേ ഉള്ളൂ. ഈ നേവിയെ എന്തിനു തകർത്തു? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മനോരമയിൽ 8 കോളത്തിൽ കൊടുത്ത് പടം കാണണം. ആ ലറ്റാക്കിയ തുറമുഖം കാണാം. അവിടെ ആ തുറമുഖത്ത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലുകൾ കാണാം. അപ്പോൾ ഇത് വല്ലാത്തൊരു ആശ്ചര്യം എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ട്. നമുക്കൊരു ഭീഷണിയാവാവുന്ന ഒരു വിഭാഗത്തിനെ തകർത്താൽ മനസ്സിലാക്കാം എന്തുകൊണ്ട് ഡെലിബറേറ്റായിട്ട് ഇസ്രയേൽ ആക്രമിച്ച് സിറിയയുടെ നേവിയെ തകർത്തു. ഞങ്ങൾ ബഫർ സോണിലേ ഉള്ളൂ എന്നും അവിടെ വരെ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡമാസ്കസിനടുത്ത് വരെ നീങ്ങുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ സങ്കീർണമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഇസ്രയേലിന് ഇപ്പോൾ സിറിയയുടെ തുറമുഖം ഇസ്രയേലിന് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ലറ്റാക്കിയ തുറമുഖത്തല്ലേ നേരത്തെ റഷ്യ അവരുടെ പടക്കപ്പലും യുദ്ധക്കപ്പലുകളൊക്കെ കൊണ്ടിട്ടിരുന്നത്? അതുകൊണ്ടാണോ ഇനി അവിടെ ആക്രമിച്ചത്? അല്ല. റഷ്യക്ക് 2 താവളങ്ങളുണ്ട്. ഖമീമം എന്ന് പറയുന്ന ഒരു എയർബേസ് ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ, ഖമീമം എയർബേസിൽ അവിടെ ആയുധങ്ങളുണ്ട്. അതിനകത്ത് ഇസ്രയേൽ കയറി റഷ്യയുടെ അധീനതയിലുള്ള പ്രദേശം കയറി ആക്രമിച്ചിരുന്നു. റഷ്യ ഒന്നും പ്രതികരിച്ചില്ല. റഷ്യയെ പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമല്ല, ആയുധ സംഭരണശാലയാണ്, ഞങ്ങളുടെ അല്ല എന്ന് പറഞ്ഞു. ഖമീമത്തിനടുത്ത്. മറ്റൊന്നുള്ളത് ടാർട്ടസ് എന്ന് പറഞ്ഞ നേവൽ ബേസ് റഷ്യക്കുണ്ട്. അത് ഇപ്പോൾ ഈ നേവൽ ബേസ് 1971 മുതലുള്ളതാണ്. അതായത് സോവിയറ്റ് യൂണിയൻ USSR ആയിരുന്ന കാലം മുതൽ റഷ്യയുടെ കയ്യിലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് നമ്മൾ കേട്ടത് റഷ്യ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കപ്പലുകളെല്ലാം പിൻവലിച്ചുകൊണ്ട് പോയി. അപ്പോൾ റഷ്യക്ക് അറിയാം പണി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി റഷ്യ ഇതൊക്കെ മാറ്റി. റഷ്യക്ക് അവിടെ പോയി അവരുടെ നേരെ ഒരു ആക്രമണം ഉണ്ടാകുക, പിന്നെ അതിന് തിരിച്ചടിക്കാൻ പോവുക, അതൊന്നും സമയമില്ല. അവർ വല്ലാതെ എൻഗേജഡാണ് അവിടെ ഉക്രൈനിൽ. അപ്പോൾ വല്ലാതെ നമ്മളിപ്പോൾ നോക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചു കിട്ടുന്നൊരു ചിത്രം. ഇപ്പോൾ ടാർട്ടസ് റഷ്യ ഒഴിഞ്ഞു പോയി. അപ്പോൾ അവിടെ ഇപ്പോൾ ആ നേവൽ ബേസിൽ ഒന്നുമില്ല. ഈ ലറ്റാക്കിയ നേവൽ ബേസ് തകർത്തു. അവിടുത്തെ കപ്പലുകളെ തകർത്തു. പ്രധാനമായും എൻ്റെ സാറ്റലൈറ്റ് ചിത്രം കാണുമ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്ന കപ്പലുകളാണ്. പ്രിസിഷൻ മിസൈലുകൾ ഉപയോഗിച്ചിട്ട് കൃത്യമായി കപ്പലുകളാണ് മുക്കിയിരിക്കുന്നത്. ആ തുറമുഖത്തിന് വലിയ നാശനഷ്ടമൊന്നും ഉള്ളതായിട്ട് ചിത്രങ്ങളിൽ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ ലക്ഷ്യം ഈ സിറിയയുടെ കപ്പലുകളാണ് ലക്ഷ്യം, പോർട്ടല്ല. പോർട്ട് ഒരുപക്ഷെ ഇസ്രയേലിന് വേണമായിരിക്കാം. അപ്പോൾ ടാർട്ടസ് ഫ്രീ ആയി. അപ്പോൾ അവിടെ ടാർട്ടസ് ഇനി ആര് കൈവശം വെക്കും എന്നുള്ളത് കണ്ടറിയണം. ഒരുപക്ഷെ ഇസ്രയേൽ ആർമി അങ്ങോട്ട് നീങ്ങാം, ഇസ്രയേൽ നേവൽ ബേസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സമുദ്രം വഴിയുള്ള ഓപ്പറേഷൻസ് ഇനി ഇസ്രയേൽ അറിയാതെ നടക്കണ്ട. സമുദ്രത്തിൽ സമ്പൂർണ്ണ ആധിപത്യം ഇനി ഇസ്രയേലിന് വേണം. കരയിൽ ഇസ്രയേലിന് ആ മേഖലയിൽ സമ്പൂർണ്ണ ആധിപത്യമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം, കരയിൽ സമ്പൂർണ്ണ ആധിപത്യമുണ്ട്. ഏത് രാജ്യത്തേക്കും എങ്ങോട്ടും ഇസ്രയേലിന് കയറാം. ആകാശത്ത് എത്രയോ രാജ്യങ്ങളുടെ മുകളിലൂടെയാണ് 120ഓളം വിമാനങ്ങൾ പകർന്ന് ഇറാനിൽ പോയി അറ്റാക്ക് ചെയ്തത്. അപ്പോൾ സമീപത്തുള്ള രാജ്യങ്ങളുടെ ആകാശത്തെല്ലാം സമ്പൂർണ്ണ ആധിപത്യം ഇസ്രയേലിനുണ്ട്. സമുദ്രത്തിലും സിറിയയുടെ ഈ നേവൽ ബേസുകൾ തകർത്ത് ടാർട്ടസിൽ നിന്ന് റഷ്യയുടെ പോകുമ്പോൾ കടലിലും ആരുടെ ആധിപത്യമായി? അപ്പോൾ ഇസ്രയേൽ കരയും കടലും ആകാശവും ഇനി ഇസ്രയേലിൻ്റെ സ്വന്തമാണ്. ഇസ്രയേൽ അറിയാതെ ഒരു ഈച്ച പോലും കരമാർഗം, കടൽമാർഗം, ആകാശമാർഗം വരാൻ പോകുന്നില്ല. ഇതാവണം ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ പ്ലാൻ. സമ്പൂർണ്ണ ആധിപത്യം ഇസ്രയേലിന് ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കിട്ടിയ സുവർണാവസരം എന്ന് കണക്കാക്കിയിട്ടാണ് ഈ കപ്പലുകൾ ആക്രമിച്ചത്. അപ്പോൾ ഒരിടത്ത് ഞാൻ എവിടെയോ വായിച്ചു, ഈ കപ്പലുകളൊന്നും തകർക്കേണ്ട കാര്യം ഇസ്രയേലിനില്ലായിരുന്നു. ഇസ്രയേലിൻ്റെ സേന നേരിട്ടങ്ങോട്ട് ചെന്നാൽ ഈ കപ്പലിലുള്ള സിറിയൻ ഭടന്മാർ കീഴടങ്ങി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇത് തകർത്ത് കഴിഞ്ഞാലുള്ള വലിയ പ്രശ്നം വെച്ചാൽ ഇസ്രയേലിന് ആ തുറമുഖം ഉപയോഗിക്കണമെങ്കിൽ വലിയ പണിയുണ്ട്. ഈ തകർക്കപ്പെട്ട കപ്പലുകൾ അവിടെ നിന്ന് മാറ്റാതെ പുതിയ കപ്പലുകൾക്ക് എടുക്കാൻ പറ്റും. ബർത്തിലാണ് തകർത്തിരിക്കുന്നത്. ബർത്തിൽ കിടക്കുന്ന കപ്പലുകളാണ് മുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് റിമൂവ് ചെയ്യുക എന്നുള്ളത് വലിയ പണിയാണ്. അപ്പോൾ ഇസ്രയേലിന് ഈ തുറമുഖങ്ങൾ പിടിക്കാനാണെങ്കിൽ അതാണ് എന്ന് പറയുന്നവർ ഈ ചോദ്യം ചോദിക്കുന്നത്, എന്തുകൊണ്ട് തുറമുഖത്ത് തന്നെ അത് നശിപ്പിച്ചു? അല്ലാതെ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ. അതോ ഇനി സിറിയ കംപ്ലീറ്റ് സിറിയയുടെ ഒരു നിർണായക ഭാഗം, ഇസ്രായേലിൻ്റെ പക്കൽ സിറിയൻ ഭൂമി ഉണ്ടായിരുന്നില്ല. അപ്പം മറ്റ് പല അമേരിക്കൻ കുർദിഷ് മേഖല, അമേരിക്കൻ താല്പര്യമുള്ളവർ, ISN ഉള്ളവർ, HTSൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇങ്ങനെ പല തുർക്കിയുടെ സ്വാധീനമുള്ള ഒരു വിമതസേനയ്ക്ക് കുറേ ഭൂമിയുണ്ട്. ഇസ്രയേലിന് മാത്രം സിറിയയുടെ ഭൂമി ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഞങ്ങൾക്കും ഒരു ഭാഗം ഞങ്ങളുടെ കയ്യിലും ഉണ്ടാവട്ടെ എന്നുള്ള കണക്കൂട്ടലിൻ്റെ ഭാഗമാണോ ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം എന്നറിയില്ല. 100 കണക്കിന് ആക്രമണങ്ങൾ നടത്തി ഇസ്രയേലി വിമാനങ്ങൾ എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സിറിയക്കാർ ഉറങ്ങിയിട്ടുണ്ടാവില്ല. രാത്രി മുഴുവൻ ഇസ്രായേൽ ഫൈറ്റേഴ്സ് വന്ന് ബോംബിട്ടിട്ട് പോവുകയാണ്. പക്ഷേ അവിടെ ഈ ഹ്യൂമൻ കാഷ്വാലിറ്റീസ് ഒന്നും പറഞ്ഞിട്ട് മനുഷ്യരെ കൊന്നതായിട്ട് പറയുന്നില്ല. തുറമുഖങ്ങൾ തകർത്തു, രാസായുധ ശേഖരങ്ങൾ തകർത്തു, ആയുധ നിർമ്മാണശാലകൾ തകർത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഇത് കൃത്യമായി അതിനിടയ്ക്ക് അമേരിക്ക വന്നിട്ട് അമേരിക്കയുടെ വക ചില മേഖലകളിൽ ആക്രമണം, IS സ്വാധീനമുള്ള മേഖലയിൽ അമേരിക്ക ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ പരസ്പരം സഹകരിച്ചുള്ള വ്യോമാക്രമണമാണ് നടത്തുന്നത്. ഇസ്രായേലിന് കരയിലും കടലിലും ആകാശത്തും സമ്പൂർണ്ണ ആധിപത്യം കിട്ടാൻ വേണ്ടിയാണോ
ഈ ഇസ്രയേലി ആക്രമണം നടത്തിയത് എന്ന ചോദ്യം ഒന്ന്. രണ്ടാമത്, ഇസ്രയേൽ കാറ്റ്സിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അസദിനെ വീഴ്ത്തിയതുപോലെ ഇനി നിങ്ങളെയും വീഴ്ത്താതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞതോടുകൂടി അസദിനെ വീഴ്ത്തിയത് ഇസ്രയേലാണെന്ന് പരോക്ഷമായി സമ്മതിച്ചിരിക്കുകയാണോ? എങ്ങനെ രണ്ട് ചോദ്യങ്ങളിപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.